നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ടിപിസി നമ്മൾ കഴിഞ്ഞ തവണ ഭഗവത്ഗീത 7-ാം അധ്യായമാണ് നിർത്തിവെച്ചത്, പഠിപ്പിച്ച് നിർത്തിയത്. ഇനി 8-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അക്ഷരബ്രഹ്മയുഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങാം. നമസ്കാരം ലക്ഷ്മിജി. നമസ്കാരം, താങ്ക് യു. അക്ഷരബ്രഹ്മയോഗം നമ്മള് ഭഗവത്ഗീതയുടെ മധ്യത്തിലേക്ക് എത്താൻ പോവാണ്. ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ, ഈ ഒരു അധ്യായം കൂടി കഴിഞ്ഞാൽ 9-ാമത്തെ അധ്യായം തുടങ്ങുമ്പോഴത്തേക്കും പകുതിയായി. അനശ്വരമായ ബ്രഹ്മതത്വം. സാധാരണ ഭഗവത്ഗീത ബ്രഹ്മവിദ്യ, യോഗശാസ്ത്രം എന്നൊക്കെയാണല്ലോ പറയാ. അപ്പൊ അക്ഷരബ്രഹ്മയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മതത്വം തന്നെയാണ്. അത് ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായതെന്നും കൃഷ്ണനേക്കാളും പ്രാധാന്യം സ്റ്റുഡന്റ് ആയിട്ടുള്ള അർജുനാണെന്നും ആണ് ഞാൻ സാധാരണ പറയാറ്. ഇതില് ഈ അധ്യായത്തില് ആദ്യത്തെ ഒരു 2 ശ്ലോകം കഴിയുമ്പോഴത്തേക്കും തന്നെ അർജുനന്റെ ഈ ക്വസ്റ്റ് ഫോർ നോളജ് എന്ന് പറയാം, അറിയാനുള്ള ആഗ്രഹം, ഒരു 7 ചോദ്യങ്ങളാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ. 7-8 തോന്നുന്നു, അത്ര ഉണ്ടാവുള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ഏത് സ്പിരിച്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെന്റ് തോന്നുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ചോദ്യങ്ങളാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. ഈ കർമ്മം, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം എന്താണ്? അങ്ങനെ എന്തൊക്കെയോ ചോദിക്കാം നമുക്ക്. ഈ അതിഭൂതം, അതിദൈവം, ആദിഭൂതം എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. ഇപ്പൊ ശരീരത്തില് എന്തൊക്കെയാണ് നടക്കുന്നത്? മരണം എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുക? ശരീരത്തിന് മാത്രമാണോ? ആത്മാവിന് എന്താ നടക്കുക? ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ്. അപ്പൊ അതില് 3-ാമത്തെ ഒരു ശ്ലോകം മുതൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അറിവിന്റെ ഒരു അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമുക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു അധ്യായത്തില്, 8-ാമത്തെ അധ്യായത്തിലാണ്. അക്ഷര ബ്രഹ്മയോഗം എന്നാണ് അതിന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും മൂല്യമായിട്ടുള്ള ഇതില് ഒരു 10-28 ശ്ലോകങ്ങൾ, 8 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങൾ ശരിക്കും അക്ഷരബ്രഹ്മയോഗത്തിന്റെ ക്രിസ്പ് എന്നൊക്കെ പറയാം. ആദ്യത്തെ കുറച്ച് ആൻസർ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടാ പോവാ. അതില് ഈ ലോകത്തിന്റെ ചിന്തകള് അത് ക്രോഡീകരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു നിഷ്കാമ കർമ്മം എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത് ജീവിതത്തില്, എന്തൊക്കെയാ ഗോളുകൾ വേണ്ടത്, അതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 10-20-ാമത്തെ ശ്ലോകം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഗോള് ഡിഫൈൻ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 മുതൽ 26 വരെ ശ്ലോകങ്ങളാകുമ്പോഴത്തേക്കും ഒരു ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ആ ഒരു ഭക്തി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു ഗതി, കൃഷ്ണന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു ഗതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഗതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കേണ്ടതാണ്. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുകയാണ്. പക്ഷെ എന്നിട്ടും എത്താത്ത ആളായിട്ട് മാറുമ്പോഴാണ് അടുത്ത 1-2 ഇതൊക്കെ ആകുമ്പോൾ ഭഗവാൻ പൂർണ്ണ രൂപം കാണിച്ചു കൊടുത്ത് ഭയപ്പെടുത്തുന്ന അവസ്ഥയ്ക്ക് വരുന്നത്. അപ്പോൾ അർജുനന്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്കൊക്കെ എത്താൻ പറ്റിയാൽ വലിയ ഭാഗ്യം എന്ന് വേണം കരുതാൻ. തുടങ്ങട്ടെ? തുടങ്ങാം. ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം തുടങ്ങുകയാണ്. ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച. അർജുനൻ പറയുകയാണ്, കിം തദ്ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിബോധം ച കിം പ്രോക്തം അതിദൈവം കിമുച്യതേ. ഇതാണ് അതിദൈവം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ എവിടത്തേക്കാണോ നമ്മളെ കൊണ്ടുപോകുന്നത്, അതിന്റെ ഗുണം ആദ്യം തന്നെ പറയാം. ഈ അബ്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്ന ഒരു ഘടനയിലാണ് ഭഗവത്ഗീതയുടെ തുടക്കം തന്നെ. എന്താണോ ഇതിനകത്താസം പറയാറുള്ളത് അത് ആദ്യം തന്നെ ചോദിച്ചു വെക്കുകയാണ്. കിം തത് എന്നാണ്, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. തത് ബ്രഹ്മ കിം, ഈ ബ്രഹ്മം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പുരുഷോത്തമ, ആ വിളിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഉത്തമനായ പുരുഷനാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തനിക്ക് അറിയണമല്ലോ എന്ന് ഒരു സുഹൃത്തിന്റെ തോന്നലിലൂടെയാണ് പറയുന്നത്. അധ്യാത്മം കിം, എന്താണ് ആധ്യാത്മികത?
നമ്മളൊക്കെ സ്പിരിച്വൽ ആയിട്ട് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് എന്നൊരു വലിയ രൂപമൊന്നുമില്ല നമുക്ക്, ആരൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അനശ്വരമായ ബ്രഹ്മത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും അപ്രാപ്യമാണെന്ന് നമുക്ക് തോന്നുന്ന പലതും 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്രാപ്യാണ്, യോഗാരൂഢനാവാൻ പറ്റുമോ എന്നൊക്കെ സംശയം ചോദിച്ച അർജുനനെ 2 അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായത്താകുമ്പോഴത്തേക്കും ഇനി ഒരു 3 അധ്യായം കൂടി കഴിഞ്ഞാൽ വിശ്വരൂപായി. ആ ഫിസിക്കലായിട്ട് അത് കാണിച്ചു കൊടുക്കേണ്ട ഗതി വരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, അർജുനന് വേണ്ടിയിട്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കർമ്മക്കിം, കർമ്മം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അധിഭൂതം പ്രോക്തം ചക്കിം, അതിഭൂതം എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ പറയപ്പെടുന്നത് എന്താണ് എന്നാണ്. ഈ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളും കേൾക്കുമല്ലോ, അതിദൈവം കി മുച്യതേ എന്നാണ്. ഈ അതിദൈവം എന്ന് പറയുന്നത് എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്നാണ്. ഇത് ആരല്ലോ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, നമുക്കും പറ്റുന്നത് അത് തന്നെയാണ്. പലരും പറയുന്നുണ്ടല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. അത് എന്താണ് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് അർജുനൻ. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തതും ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ 1-ഉം 2-ഉം ശ്ലോകം എത്തുമ്പോഴത്തേക്കും 7 ചോദ്യം തരണം. അടുത്തതാവാം. അടുത്ത 2-ാമത്തെ ശ്ലോകത്തിലേക്ക് അല്ലെ? അതെ, 1-ഉം 2-ഉം സാധാരണ ഒരു ക്ലബ് ചെയ്തിട്ടാണ് പറയാ. ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലേക്ക് അർജുനൻ തുടരുകയാണ്. അധിയജ്ഞകഥം കൂത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭി. നല്ലൊരു ശ്ലോകമാണ്. കാരണം എല്ലാവരുടെയും കഥ നമ്മൾ ഇപ്പൊന്നും പഠിച്ചില്ലെങ്കിലും ഈ പ്രയാണകാലത്ത് എവിടത്തേക്ക് പ്രയാണം? അവസാനം നമ്മളൊക്കെ പോകുന്ന ഒരേ സ്ഥലത്തേക്കാണല്ലോ. മരണസമയത്തേക്ക് എത്തുമ്പോൾ അത് പ്രയാണകാലേ എന്ന് പറഞ്ഞിട്ടല്ല നിർത്തിയത് ഭഗവാൻ. പ്രയാണകാലേ ച, പ്രയാണകാലത്ത് കൂടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണിത്. മരണത്തിനടുത്തെത്തുമ്പോൾ പോലും നമ്മൾ കൃത്യമായിട്ട് അറിയുന്നില്ല എന്ന് അർജുനൻ നമ്മളോടായിട്ട് പറയാണ്. അപ്പൊ അത് എന്താണ് എന്ന് ഓരോ ആത്മസംയമനത്തിന് പോകുന്ന ഓരോ വ്യക്തികളും കഥം നേയേ അസി എന്നാണ്, എങ്ങനെയാണ് ഇത് അറിയുന്നത്. ഏതാ ഇത്? അങ്ങേ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. അങ്ങാണ് അൾട്ടിമേറ്റ്. അങ്ങേ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? കാരണം ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ അർജുനന് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ പിന്നെ ആ ചോദ്യം വരില്ലല്ലോ. ഭഗവാന്റെ അടുത്തേക്ക് എത്തലാണ് അൾട്ടിമേറ്റ് എയിം മരണകാലത്ത് എന്ന് അർജുനന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇത് ചോദിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലയോ കൃഷ്ണ, എന്തിനാണ് മനസ്സിങ്ങനെ അടക്കി നിർത്തി മരണസമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഏത് പ്രകാരത്തിലാണ് അറിയപ്പെടുന്നത് എന്നാണ്. ഏത് പ്രകാരത്തിലാണ് അറിയുന്നത്? ഓരോരോ വ്യക്തികളും അറിയുന്നത് പലതരത്തിലാണ്. അപ്പൊ നമ്മുടെ അതിജ്ഞനായിട്ട്, നമ്മളെക്കാളും അതിയജ്ഞനായിട്ട് പോകുന്ന, നമ്മളൊക്കെ യജ്ഞം ചെയ്യുന്നവരാണ്, അതിയജ്ഞം ചെയ്യുന്നവര്. ആ അതിയജ്ഞം ചെയ്യുന്ന ആള് ആരാണ് എന്ന് വെച്ചാൽ ഈ ദേഹത്തിന്റെ യജ്ഞല്ല, അതിന്റെ ഉള്ളിലിരുന്ന് എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യിപ്പിക്കുന്ന അങ്ങ് ആ അവിടത്തേക്ക് എത്താനുള്ള എൻ്റെ പ്രയാണത്തില് ആണോ ഈ സ്പിരിച്വാലിറ്റി ഒക്കെ ഇരിക്കുന്നത്? അതിലെത്തലാണോ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് ചോദിക്കുകയാണ്. എന്ത് രസകരമായിട്ടുള്ള ചോദ്യമാണെന്ന് ആലോചിച്ചു. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ആലോചിച്ചാൽ ദ പെനൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയില്ലേ, ഇത് ബ്രഹ്മം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ അതിഭൂതം, അതിദൈവം ഇവയെക്കുറിച്ചുള്ള അർജുനന്റെ കൃത്യമായ ചോദ്യവും അതിന്റെ ഉത്തരവും അത് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അക്ഷരബ്രഹ്മയോഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് കൃത്യമായിട്ട് 7 ക്വസ്റ്റ്യൻ, അതാണ് ഉത്തരം. അങ്ങനെയാണ് ആ അധ്യായം ഞാൻ പഠിച്ചിട്ടുള്ളത്. 7 ചോദ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ 8-ാമത്തെ അധ്യായത്തിൽ 7 ചോദ്യം. ബ്രഹ്മവും ആധ്യാത്മികതയും കർമ്മവും ഒക്കെ കൃത്യമായിട്ടൊന്ന് വിവരിച്ചു തരണം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അത്ര എളുപ്പത്തിൽ കൃഷ്ണൻ എല്ലാം പറഞ്ഞു കൊടുക്കില്ല എന്നതാണ്. ഈ എങ്ങനെയാണ് മരണസമയത്ത് എങ്ങനെയൊക്കെയാണ് ഞാൻ സെൽഫ് കൺട്രോൾഡ് ആവേണ്ടതെന്നാണ്. മരണകാലേച്ച അന്ധകാലേച്ച മനസ്സേ സ്മരൻ എന്നാണല്ലോ. പിന്നെ അത് അവസാന കാലത്ത് നമ്മൾ വിചാരിച്ചാൽ മതി. ആ ച എന്നുള്ളത് വലിയ പ്രത്യേകതകളാണ്. അവസാന കാലം എന്നല്ല, അവസാന കാലത്തും എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് എങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ഈ ചിന്തകളിലൊക്കെ നിന്ന് കഴിഞ്ഞു പോയേണ്ടത്. ഹേ പുരുഷോത്തമ എന്നാണ്.
എല്ലാം അറിയുന്ന ഒരാളാണ് അങ്ങ്. ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് എല്ലാം അറിയണമല്ലോ, ഉത്തമനായ എല്ലാം അറിയണം. പിന്നെ രണ്ടാമത് വരുമ്പോഴോ മധുസൂദന എന്നാണ്, കുറച്ചും കൂടി സ്നേഹം കൂടി. കാരണം മരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു 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 സ്നേഹം കുറച്ച് കൂടി പോകും, അറിയാതെ കൂടി പോകും. അതുകൊണ്ട് അത് മധുസൂദനനും കൂടിയാണ്. ആരാ മധുസൂദനൻ? ഡമൻസിനെയൊക്കെ കൊല്ലുന്ന ആളാണല്ലോ, രാക്ഷസന്മാരെ കൊല്ലുന്ന ആ പേരിലാണ് വിളിക്കുന്നത്. കാരണം മരണത്തെ കുറിച്ച് പറയുമ്പോൾ പ്രയാണ കാലേച്ചാന്നാണ് അടുത്ത സെന്റൻസ്. അപ്പൊ അതിനു മുമ്പ് ഓർക്കുന്നത് അർജുനൻ അറിയാതെ ഓർത്തുപോവാണ് മരണത്തെ കുറിച്ച്. അപ്പോ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറെ രാക്ഷസീയമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതിനെ കൊല്ലുന്ന മധുസൂദനായിട്ടുള്ള നിങ്ങൾ പറഞ്ഞു തരണം, മരണകാലത്ത് എന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണോ എന്നെ പറഞ്ഞു വിടുക എന്നുള്ളൊരു ഒരു ലാഞ്ച കൂടി അതിനകത്ത് നമുക്ക് കാണാം. ആ മൃത്യുകാലത്ത് എന്റെ സമയത്തെ ഇല്ലാണ്ട് ഒരാൾ ഇരിക്കുന്നെങ്കിൽ എന്താണത് കാരണം? എന്റെ ഉള്ളിൽ എന്തോ ഒരു രാക്ഷസീയത ഉണ്ട്, ആ രാക്ഷസീയത കൊന്നിട്ടുള്ള ആണല്ലോ എന്നാണ്. എത്ര വ്യക്തമായിട്ടാണ് കവി ഈ പേരുകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ചോ. ആ മധുസൂദന എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്തോ ഒരു മരണത്തിന്റെ കാര്യം പറയാൻ പോകുന്നുള്ളത്. അപ്പൊ അടുത്ത ലൈനില് പ്രയാണകാലേച്ച കഥം വായിക്കുമ്പോ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ അറിയാണ്ട് അതിനകത്തേക്ക് കയറിപ്പോണെന്നുള്ളതാണ്. കണ്ണ് നിറഞ്ഞു പോകും ചിലപ്പോൾ. കാരണം ഈ മരണം അനുഭവിക്കുമ്പോഴാണ്, ആ ചിന്ത വരുമ്പോഴാണ് നമ്മൾ മധുസൂദന എന്നൊക്കെ വിളിക്കേണ്ടത്. ശരിക്കും സാധാരണ നടന്നു പോകുന്ന ആൾ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. കൃഷ്ണ ബാലകൃഷ്ണ എന്നൊക്കെ വിളിച്ചാൽ മതി. മധുസൂദന എന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്തോ മരണത്തോട് അടുക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വരും. അങ്ങനെയാണത് പറയേണ്ടതെന്നാണ്. തീർച്ചയായിട്ടും. അടുത്തത് 3-ാമത്തെ ശ്ലോകം ഭഗവാൻ തുടങ്ങുകയാണ്. ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗത്തിലെ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടങ്ങുകയാണ്. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സഞ്ചിതഃ. അക്ഷരം ബ്രഹ്മ പരമം എന്നാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ആണല്ലോ. ക്രിയേറ്റീവ് ആവുന്ന ഒരാൾക്കല്ലേ അക്ഷരത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ക്രിയേറ്റീവ് ആകുന്ന ഒരാൾ അത് പ്രകടിപ്പിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലുള്ള തോന്നലുകളാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി. അതെനിക്ക് പുറത്ത് പറയണമെങ്കിൽ എനിക്ക് അക്ഷരം വേണം. ഇപ്പൊ ബ്രഹ്മം ഉള്ളിലും അക്ഷരം പുറത്തും. ഞാൻ എപ്പോഴും പറയാറുള്ള ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. ആ ബ്രഹ്മം ക്രിയേറ്റിവിറ്റി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ലക്ഷ്മി ആയിട്ടുള്ള പേരിൽ എനിക്ക് അക്ഷരം വരുന്നത്, സരസ്വതി ആയിട്ടുള്ള പേരിൽ വരുന്നത്. കർമ്മം വരുമ്പോൾ അത് ലക്ഷ്മി ആയിട്ട് വരുന്നു. നാമങ്ങൾ വരുമ്പോൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചിന്തകൾ എങ്ങനെയാണോ അത് ബാക്കിയുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ സരസ്വതിയായിട്ട് മാറുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമാധാനം വരുന്ന സമയത്താണ് എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതും ഞാൻ എനർജറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം വരും. ആ ക്ഷീണം ഇല്ലാതിരിക്കാൻ പറ്റുന്നത്, എൻ്റെ എല്ലാ എനർജിയും എന്നിൽ കിട്ടുന്നത് എനിക്ക് പരമമായിട്ടുള്ള ആ ഒരു ബ്ലിസ് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമാധിയിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ അക്ഷരബ്രഹ്മം പരമം എന്ന് പറഞ്ഞ അർത്ഥം എപ്പോൾ തുടങ്ങുമ്പോഴാണോ എനിക്ക് ബ്രഹ്മാവിന്റെ കഴിവുള്ളത് അത് അക്ഷരമായിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് ഒരിക്കലും നശിക്കാത്ത തരത്തിലുള്ള വാക്കുകളായിട്ട് മാറുന്നതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അന്നദാനം പരന്ദാനം വിദ്യാദാനം അതത്പരം എന്നാണ്. അന്നേന ക്ഷണികാ തൃപ്തി യാവത് ജീവം ച വിദ്യയാണ്. വിദ്യ മരണം വരെ ഉള്ളതാണ്, ഒരിക്കലും മറന്നു പോവാത്ത ക്ഷരം അല്ലാത്തതാണ് അക്ഷരം. കുഞ്ഞുണ്ണി മാഷിന്റെ നല്ലൊരു കവിതയുണ്ട്, അക്ഷരമേ എനിക്കു നിന്നെ ഇക്ഷ പിടിച്ചു നിന്നിൽ അരമുള്ളത് കൊണ്ടാവാം എന്നാണ്. അരം പിടിക്കുന്ന പോലെ പിടിക്കുന്നതാണ് അക്ഷരം. അറിവ് അങ്ങനെയാണ്, പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിടില്ല. അതിനെയാണ് അക്ഷരം. അതിന് ക്ഷരം എന്നുള്ള എന്തൊക്കെ അർത്ഥത്തിലാണ് കുഞ്ഞുണ്ണിമാരുടെയൊക്കെ ചിന്തകൾ ആലോചിച്ചു. ഇക്ഷ പിടിച്ചു എന്നാണ്. എന്താ കാരണം? അരമുള്ളത് കൊണ്ടാണ് ഇക്ഷ അതിനകത്ത് പിടിച്ചത്. അങ്ങനെ പിടിച്ചു നിൽക്കും നമുക്ക്. അറിവ് അങ്ങനെയാണ്. ഒരു പ്രാവശ്യം ആ റെയിലിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓടാൻ ഒരു പ്രയാസവും ഇല്ല, അതങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ ഒരു ഇൻറെസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അറിവ് എന്ന് പറയുന്നത്. അത് ബ്രഹ്മപരമം എന്നാണ്. അതെപ്പോഴാണ് ഉണ്ടാവുക? നമുക്ക് ബ്രഹ്മാവ് നമ്മുടെ ഉള്ളിൽ പരമമായിട്ട് ഉണ്ടാവുമ്പോഴാണ്. സുപ്രീം ആയിട്ട് ഉണ്ടാവേണ്ടത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം നമ്മളുണ്ട്. അതെന്താവും? ഒരു സ്വഭാവം, ആധ്യാത്മികമായിട്ടുള്ളൊരു സ്വഭാവം നമ്മളെ എവിടത്തേക്ക് ഉയർത്തും? ഉയർത്തി അങ്ങോട്ട് കൊണ്ടുപോകും. ഉച്ചതയെ എന്നാണ്. അത് നമ്മുടെ ഒരു സ്വഭാവം എന്നാണ്, നമ്മുടെ നേച്ചറായിട്ട് മാറും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന നേച്ചറായിട്ട് മാറിയിട്ട് അത് നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും.
എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും, നമുക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കും. നാശമില്ലാത്ത ഒരു പരമമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മളിൽ നമ്മുടെ സ്വരൂപമായി മാറി അത് നമ്മുടെ ജീവൻ ആത്മാവിലൊക്കെ ഉണ്ടാവും. ഭൂതഭാവോദ്ഭവത്കരോ എന്നാണ്. അത് നമ്മുടെ ജീവാത്മാവിന്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ, ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിസർഗ കർമ്മ സംചിത. ഓരോ വാക്കുകളും ഓരോ ക്രിയകളും ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യൻ എല്ലാ കാര്യത്തിലും ക്രിയേറ്റീവാണ്. അത് ഓരോ ആക്ടിവിറ്റിയിലും കാണുന്നത്. എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും അതായിട്ട് മാറും. അങ്ങനെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള കർമ്മത്തിലേക്ക് മാത്രമേ അയാൾ ഉണ്ടാവുള്ളൂ എന്നാണ്. അത് നമ്മുടെ ഒരു തുടക്കം മുതൽ എല്ലാ ചരാചരങ്ങളുടെയും ഉത്പത്തികളില് ഭഗവാൻ എങ്ങനെയാണോ സൃഷ്ടി നടത്തുമ്പോ വളരെ ക്രിയേറ്റീവായിട്ട് ഓരോരോ കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത്. എത്ര ക്രിയേറ്റീവാന്ന് ആലോചിച്ചു. ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഈ മനുഷ്യവർഗങ്ങളെ തന്നെ എങ്ങനെയൊക്കെ വ്യത്യാസമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളിൽ ഭഗവാൻ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ചെയ്യുന്നതിലൊക്കെ അതേ ഗുണം നമുക്കും ഉണ്ടാവില്ലേ? അതാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോ എന്തൊക്കെ ചിന്തിച്ചിട്ടാണോ എങ്ങനെയൊക്കെയാണോ ഇത് ചെയ്തത്, അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്തും ഇതേ അവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുന്നൊരു സംഭവമാണ് അക്ഷരബ്രഹ്മയോഗം. അക്ഷരം ബ്രഹ്മ പരമം എന്നാണ്. ഏറ്റവും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ്. ആകെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ കഴിവ്, ക്രിയേറ്റീവ് ആവാനുള്ള കഴിവ്. അപ്പൊ അത് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഒറ്റ കഴിവ് എന്ന് പറയുന്നത് പഠനവും ചിന്തകളും ഒക്കെയാണ്. ഇത് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഓരോ ആറ്റത്തിനും വലിയ സങ്കല്പങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ബ്രഹ്മം എന്നുള്ളത് നമ്മളിപ്പോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ബ്രഹ്മമായിട്ട് കാണുമ്പോൾ അത് ഒരു മാറ്ററിന്റെ ഉള്ളിലായിട്ടൊരു തരത്തിലാണ് നമ്മൾ കണ്ടെങ്കിൽ അതിനെ ഒരു ആറ്റത്തിന്റെ ലെവലിൽ നിന്നും എങ്ങനെയൊക്കെയാണ് എനർജി ലെവലിൽ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് ബ്രഹ്മം ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. മതി, കുറച്ച് അധികമായി തോന്നുന്നു. ഇവിടെ അക്ഷരബ്രഹ്മ യോഗത്തിൽ ഇത്രയും ക്രിയേറ്റിവിറ്റിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് ഒരു വിവരണം കേൾക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു. അടുത്തത് ഭഗവാൻ തുടരുകയാണ് 4-ാമത്തെ ശ്ലോകത്തിലൂടെ. ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം. ഭഗവാൻ തുടരുകയാണ്. അതിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാദിദേവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. ഇതില് അധിയജ്ഞനും അതിദൈവവും അതിഭൂതവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ. എല്ലാ ഭൂതങ്ങളും, അതിഭൂതം എന്ന് പറഞ്ഞാല് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന ഈ അനശ്വരമായ പ്രകൃതിയുടെ ഒരു ഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊക്കെ ഈ വസിക്കുന്ന പരമതത്വം എന്താണ്, അല്ലെങ്കിൽ പരമാത്മതത്വം എന്താണ്, പരമതത്വം എന്താണ്, പരമാത്മതത്വം എന്താണ്, ഇതൊക്കെ അറിയുന്ന ഒരു അവസ്ഥയാണ് അതിദൈവം എന്ന് പറയുന്നത്. അതിയജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? ഈ യജ്ഞത്തില് ശരീരത്തിൽ വസിക്കുന്ന ഭഗവാനാണെങ്കിൽ, പരമപുരുഷനാണെങ്കിൽ, ആ പരമപുരുഷനാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പഞ്ചഭൂതാത്മകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള, ബ്രഹ്മം അനുഷ്ഠിക്കാനുള്ള ഈ ഒരു കഴിവിനെ അതിഭൂതം ക്ഷരോ ഭാവ എന്നാണ്. ഈ അനശ്വരമായ ഭാവത്തില് അതിഭൂതമാകുന്ന ഏതാണ്? അവസാനം നശിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ അതിന്റെയൊക്കെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നതാണ് പുരുഷ ച അതിദൈവതം എന്നാണ്. പുരുഷൻ ശരീരം എന്ന് പറയുന്ന ഒരു ഭാഗം ഈ എല്ലാ അവസ്ഥയിലും അതിദൈവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ വഹിക്കുന്ന ഓരോ കർമ്മത്തിലും അതിന്റെ ഭാവങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നാണ്. കൃഷ്ണൻ പൂർണ്ണമായിട്ടും കർമ്മത്തിന്റെ അധിപനാണല്ലോ. നമ്മളൊക്കെ കാക്കാനും നോക്കാനും ഓരോ ഗോപസ്ത്രീകളുടെ വർണ്ണനയൊക്കെ പറയുന്ന സമയത്ത് ആ ഈഗോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടല്ലോ. അത് വളരെ താണ ലെവലിലേക്ക് നമ്മുടെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഭാവങ്ങളും ഈഗോയും ഒന്നുമില്ല. ആ അവസ്ഥയിലേക്ക് പോവാണ്. അത്രേ ഉള്ളൂ എന്നാണ്. നമ്മുടെ ദേഹം മാത്രം അത്രേ ഉള്ളൂ. അഹം ഏവ, ഞാൻ തന്നെയാണ് അത് എന്ന്. അധിയജ്ഞ എന്നാണ്. അധിയജ്ഞനാണ്. ആരാണ് അധിയജ്ഞൻ? അത് ഉൽപ്പത്തിയും നാശവും എല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അതിഭൂതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാം. അത് ഇന്ദ്രിയ, മനോ, ബുദ്ധി, അഹങ്കാരങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരു അനുഗ്രഹം നമ്മളിൽ വർത്തിക്കാൻ സാധിക്കുമെങ്കിൽ, ആ ഭഗവാനെ നമ്മൾ അറിയാൻ സാധിക്കുമെങ്കിൽ, ആ പരമാത്മാവിനെ
നമ്മൾ അധിയജ്ഞനായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മവും എന്റേതല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഈ യോഗത്തിലേക്ക് എത്തുക. അപ്പോൾ അത് ശരീരത്തിന്റെ ഒരു പ്രവൃത്തിയല്ല, എൻ്റെ ഉള്ളില് പരമാത്മാവിന്റെ, എൻ്റെ ശരീരമൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്, ഏതോ ഒരു അധിയജ്ഞൻ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ്. ഈ ജഡം എന്ന് പറയുന്ന ഇന്ദ്രിയം, ബുദ്ധി എന്ന് പറയുന്ന ഒന്നുമല്ല, അതിനെയൊക്കെ കവിഞ്ഞിരിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, ആ കോൺഷ്യസ്നെസ്സിന്റെ അധികാരി ആരാണ് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. ആലോചിച്ച് നോക്ക, അർജുനൻ ചോദിച്ച ചോദ്യം എന്താണ്, ഭഗവാൻ പറയുന്ന ഉത്തരം എന്താണെന്ന് ആലോചിച്ച് നോക്കും. അർജുനൻ ചോദിക്കുന്നത് ഒരു 10ാം ക്ലാസ്സുകാരന്റെ ചോദ്യമാണ്, ഭഗവാൻ പറയുന്നത് PhD ലെവലിലുള്ള ഉത്തരമാണ്. കാരണം അങ്ങനെ പൊക്കിക്കൊണ്ടുപോകാനാണ്. നേരിട്ട് 7 എണ്ണത്തിന് 7 ഉത്തരമല്ലല്ലോ പറയണത്. ഇതെല്ലാം കൂടി രസായനം കൊടുക്കുന്ന പോലെ കൊടുക്കുകയാണ്. പനിയാണെന്ന് പറഞ്ഞു, അതിന് മരുന്ന് ഇതാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിലേക്ക്, ഈ ചോദ്യം ഉണ്ടാവാൻ എന്താണ് കാരണം നമ്മളിലൊക്കെ, ആ അറിവില്ലായ്മയൊക്കെ മാറ്റുമ്പോഴാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, പിന്നെയും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ആ ലെവലിൽ പറഞ്ഞാല് പൊക്കി അങ്ങോട്ട് മുകളിൽ കൊണ്ടുപോയാലോ, ചിലരൊക്കെ പൊങ്ങുള്ളൂ, അത് മതി, ആ കുറച്ചു പേരുണ്ടായാൽ മതി എന്നാണ് ഭഗവാൻ എല്ലാത്തിലും അവസാനം പറയുന്നുണ്ട്. എല്ലാവരും ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പഠിക്കുന്ന ആൾ നന്നായിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഫിൽറ്ററിങ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുമ്പം നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് ഭഗവാൻ പറയാണ്. അല്ലാണ്ട് ഇതാണ് ഉത്തരം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് വ്യക്തമാകും. എപ്പോ ഇതൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് ഞാൻ തന്നെയാണ്, അഹം ഏവഹാന്ന്, ഇത് ഞാനാണ്, എന്റെ മുമ്പിൽ നിന്നിട്ട് പോലും എനിക്കത് മനസ്സിലാവണില്ലല്ലോ, എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചോണ്ടിരിക്കണ്ടോന്നാണ് ഡയറക്റ്റ് അതാണ് പറയണത്. അതുകൊണ്ട് ഇത് യക്ഷപ്രശ്നത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും കുറെ ചോദ്യങ്ങൾ. അതുപോലെ തന്നെയാണ് എന്താണ് അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്നത് ഇതേ ചോദ്യങ്ങളാണ്. മരണശേഷം എവിടെയാണ് പോവാന്നുള്ളതാണ് അൾട്ടിമേറ്റ് അറിയേണ്ടത്. എന്തിനാ ഈ യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾ മരണശേഷം എവിടെയാന്ന് എന്നൊന്ന് ചോദിച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഒരു കിഴക്ക് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതല്ല ചെയ്ത് ഭഗവാൻ. ശരിക്കും അർജുനൻ ചോദിച്ചു വരുന്നതാണ്, മരണകാലത്തിന്റെ അവസാനത്ത് മധുസൂദന എന്നൊക്കെ വിളിച്ചിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മരണകാലത്തിനാ പറയേണ്ടത്. ഈ കൃഷ്ണന് ഇഷ്ടമല്ല ഇത്. കാരണം എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ആള് അതിന് മുമ്പ് തന്നെ ഞാൻ മരിക്കാൻ പോവാന്നുള്ള ഒരു അവസ്ഥയിലേക്കുള്ള ചോദ്യങ്ങളാ ചോദിക്കണത്. അത് വേണ്ട എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യന്മാരും കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കാന്ന് പറഞ്ഞ് വെക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരാൾ മരിക്കാൻ പോകുമ്പോഴും അയാളുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് ഇഷ്ടമല്ലല്ലോ, അതങ്ങോട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂല. ആ സമയത്ത് നമ്മൾ അതല്ല എന്നുള്ള അവസ്ഥയിലാണ് പറയാ. അപ്പൊ കൃഷ്ണൻ അതുകൊണ്ടാണ് ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയുണ്ടാവും. ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു. അടുത്തത് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗത്തിലെ 5ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഭഗവാൻ തുടരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ശ്ലോകം കേട്ടോ അടുത്ത വരാൻ പോകുന്നത്. അതെ അതെ. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അന്ധകാലേച്ച, അവസാന കാലത്ത് നീ എന്നെ വിചാരിച്ചാൽ മതി, അതുവരെ നീ എന്നെ പറ്റി വിചാരിക്കുക വേണ്ടതാണ്. ഇത് കള്ളം കൃഷ്ണന്റെ പണിയാണ്. ഈ അവസാന കാലം എന്ന് പറഞ്ഞാൽ തനിക്കും അറിയില്ല എനിക്കും അറിയില്ല തന്റെ അവസാനം എപ്പോഴാന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും വിചാരിച്ചുകൊണ്ടിരിക്കാനാണ് പറയുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മരണകാലത്ത് മാത്രം എന്നാണ് കേട്ടോ. പക്ഷെ പലരും പറയുന്ന സമയത്ത് മരണകാലത്ത് വിചാരിച്ചാൽ മതി എന്നാ പറയാം. മരണകാലത്ത് കൂടി എന്റെ സറണ്ടർ ചെയ്യണം, എൻ്റെ അടുത്ത് വന്നാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഈ പണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൃഷ്ണൻ രാമൻ എന്നൊക്കെ പേര് വിളിക്കുന്നത് മരണകാലത്ത് അങ്ങനെയെങ്കിലും ഭഗവാൻ ഒന്ന് വിളിച്ചോട്ടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം വിളിക്കുമല്ലോ, അറിയാതെങ്കിലും വിളിച്ചു പോകും. മരണകാലത്ത് ഒരു ഭക്തി ഇല്ലെങ്കിലും ഭക്തിയുള്ള ആളാണ് മക്കളെ ഒന്ന് വിളിച്ചു പോകും. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നാരായണ എന്നൊക്കെ വിളിക്കുമ്പം അങ്ങനെയെങ്കിലും ഒരു അജാമിളൻ നാരായണൻ എന്നും മകനും പേരിട്ടതുപോലെ അല്ലേ? അതെ. അപ്പൊ മരണകാലത്തു കൂടി ആരാണോ എന്നെ സ്മരിക്കുന്നത്, അന്ധകാലേച്ച മാമേവ സ്മരേൻ മുക്ത്വ കളേബരം, അവർക്ക് എന്ത് കിട്ടും? അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കളേബരം മുക്ത്വ പ്രയാതി എന്നാണ്. അവര് ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോ, മുക്തി നേടിപ്പോകുമ്പോ എന്ത് കിട്ടും? സമദ്ഭാവം യാതി, അവർ എന്റെ അവസ്ഥയെ പ്രാപിക്കുമെന്നാണ്. അപ്പൊ ഞാൻ പുരുഷോത്തമനാണെന്നൊക്കെ പറഞ്ഞല്ലോ, മധുസൂദനാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ അവസ്ഥയിലേക്ക് എൻ്റെ അടുത്തേക്ക് നിനക്ക് വരാൻ പറ്റും. നമ്മുടെയൊക്കെ അവസാന ലക്ഷ്യം അതാണ്, ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഒരു സംശയവും ഇല്ല എന്നാ പറയുന്നത്. യാതി നാസ്ത്യത്വ സംശയ എന്നാണ് പറയുന്നത്. ഒരു സംശയം ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഉറപ്പാണ് പറയുന്നത്. അതുകൊണ്ട്
കൃത്യമായിട്ട് മരണകാലത്താണ് ആലോചിക്കേണ്ടതല്ല, ഓരോ സമയത്തും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അന്ധകാലേച്ച മനസ്സേ സ്മരൻ, സ്ഥിരമായിട്ട് എന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഭക്തിയോടുകൂടി ഇരിക്കുന്ന, ഇടയിൽ ലീവ് ഒന്നും എടുക്കരുത്, കാഷ്വൽ ലീവ് മേൺ ലീവ് ഒന്നും ഇല്ല ഇപ്പോൾ ഇവിടെ ഭക്തിയിൽ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മരണകാലത്തും ആ ഒരു പ്രാപ്തി. പലരെയും കണ്ടിട്ടുണ്ട് നല്ല ഭക്തന്മാരായിട്ട് ഇഷ്ടംപോലെ പ്രവചനങ്ങളും ഗീതായജ്ഞങ്ങളും ഒക്കെ നടത്തി അവസാന കാലം അസുഖം വരുന്ന സമയത്ത് ഭഗവാനെ കൈവിട്ടിട്ടുള്ള കുറെ പേര് എനിക്കറിയാം. ഇതൊക്കെ ടെസ്റ്റ് പ്രോസസ്സാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അവസാന കാലം നമ്മുടെയൊക്കെ ചിന്ത എന്താവും നമുക്ക് തന്നെ അറിയില്ല. അപ്പം എല്ലാവരുടെയും ആഗ്രഹം നല്ല ജീവിതമല്ല, നല്ല മരണമാണ്. നല്ല മരണം വേണമെങ്കിൽ ഓരോ സമയത്തും ചെയ്യുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ താണ്ടി പോവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ താഴെ വീഴാനും മതി. നമ്മൾ കയറി വിചാരിക്കുക ഇതൊക്കെ പഠിച്ചു ഞാൻ മുകളിലെത്തിയെന്നാണ്, ഡം എന്ന് പറഞ്ഞ് താഴെ വീഴും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അപ്പോഴാണ് ഭഗവാൻ പിന്നെ അടുത്ത ജന്മത്തിലെങ്കിലും പിന്നെ അവിടുന്നെങ്കിലും തുടങ്ങാൻ പറ്റണമെങ്കിൽ തീരെ താഴെ വീഴാതെ കുറച്ചെങ്കിലും ഹൈറ്റിൽ വീണാൽ പിന്നെ അവിടുന്ന് തുടങ്ങാൻ പറ്റുമെന്നാണ്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ജന്മത്തിൽ ആരൊക്കെയോ ചെയ്തിട്ടുള്ളതായിരിക്കും ഇങ്ങനെ വായിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ അറിയണമെന്നേ ഇല്ല. അതൊന്നും അറിയാതെ തന്നെ ഭഗവാൻ നമ്മുടെ അവിടത്തേക്ക് എത്തിക്കും. അല്ലെങ്കിൽ കേൾക്കാനും പറ്റില്ല. എത്രയോ പേര് കേട്ടിട്ട് ഇതൊന്നും കേട്ടിട്ടും കേൾക്കാത്തവർ എത്ര പേരുണ്ടെന്നറിയോ? ചെവിയിൽ മാത്രമേ പോവുള്ളൂ, ഉള്ളിലെത്തില്ല. അതുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ നല്ലപോലെ എത്തുമ്പോഴാണ് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പകുതിയിൽ നിന്നോ മുക്കാ ഭാഗത്തു നിന്നൊക്കെ തുടങ്ങാൻ പറ്റി എത്തുള്ളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ അന്ധകാലേ ചമന്മാമേവ സ്മരേൻ മുക്ത കളയപരം എന്നാണ്. വലിയൊരു സന്ദേശമാണ് ഇതിനകത്തൂടെ. 8ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകമാണ് എനിക്ക് തോന്നുന്നു ഭഗവാൻ ഒരു ഗ്യാരണ്ടി പോലെയൊക്കെ പറയുന്നത്. സംശയമില്ല എന്ന് ഭഗവാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ വളരെ വിരളമായിട്ടേ പറയാറുള്ളൂ. ഗ്യാരണ്ടി പറയുന്ന പോലെ പലതിനും കണ്ടീഷണൽ ഗ്യാരണ്ടീസ് ഒക്കെ ഉണ്ട്. ഇതിലെ കണ്ടീഷൻ പോലും ഇല്ല. അതായത് ഇതുവരെ ചെയ്ത ഉപാസനയൊക്കെ ആ സമയത്താണ് നമുക്ക് ഭഗവാനെ ശരിക്കും വിളിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവുക അല്ലെ? അപ്പൊ തോന്നിപ്പിക്കണം എന്നുള്ളതാണ്. പഠിച്ചിട്ട് കാര്യമില്ല, പരീക്ഷ എഴുതുമ്പോ പാസ്സാവണേ. കറക്റ്റ്. അതെ. ഈ ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. അടുത്തത് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയുഗത്തിലെ 6ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭഗവാൻ തുടരുകയാണ്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളീബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഇത് നെക്സ്റ്റ് ജന്മത്തിൽ എന്താവുന്നതാ? ഇതേ പല ഇതിലും വരുന്നുണ്ട് കേട്ടോ. 2ാമത്തെ അധ്യായത്തിൽ 18, 3, 30, 4, 42 ഒക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അർജുനോട് ചോദിക്കുന്ന മരണസമയത്ത് ഇങ്ങനെയൊക്കെ ഏതേത് ഭാവത്തിൽ ഏതേത് രൂപത്തില് എന്തൊക്കെ തരത്തിലാണ് ഞാൻ ഈ ശരീരത്തെ വിടുന്ന സമയത്ത് അങ്ങയെ കാണുക, ഏത് രൂപത്തെ കുറിച്ചാണ് ഞാൻ ഭഗവാനെ, ഇതിന്റെ കാരണം എന്താണ്, ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സംഭവം എന്താണ് എന്നുള്ളത്. തം ഏവ യതി എന്നാണ്. ഏതേത് ഭാവത്തിൽ പ്രാപിക്കുന്ന വരുമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ അടുത്തേക്ക് എത്തും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അടുത്ത സംശയം അതാണ്, ഏത് ഭാവത്തിലാണ്, ഏത് രൂപത്തിലാണ്, എങ്ങനെയൊക്കെ അവരെ കാളയായിട്ടാണോ പോത്തായിട്ടാണോ പൂച്ചയായിട്ടാണോ എന്നൊക്കെ പറയട്ടെ, അതുപോലെയാണ്. അപ്പൊ ഇതില് ഭഗവാൻ കുറച്ചും കൂടി സ്നേഹം കൂടുണ്ട് കേട്ടോ അർജുനനോട്. കൗന്ദേയ എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും കുന്തിയുടെ പേരൊക്കെ എടുത്ത് വിളിച്ചാൽ അപ്പ മനസ്സിലാവും എന്റെ മോനെ എന്ന് വിളിക്കുന്നത് തുല്യാണ്. കുന്തിയുടെ മകൻ എന്ന് വിളിച്ചാലും എന്റെ മോൻ എന്ന് പറയണം. അല്ലയോ എന്റെ മോനെ അന്തേ യം വാ, അവസാന കാലത്തെ. കാരണം ഈ അനിയനെ പോലുള്ള ഒരാളോട് മരണത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചേട്ടൻ എന്തായാലും വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് അപി ഭാവം സ്മരൻ, ഭാവത്തെ സ്മരിച്ചുകൊണ്ട് ഏതവസ്ഥയിലാണോ കളേബരം ത്യജതി എന്നാണ്. ശരീരത്തെ എങ്ങനെയാണോ ത്യജിക്കുന്നത്, ത്യജതി കളേബരം, ശരീരത്തെ എങ്ങനെയാണോ ത്യജിക്കുന്നത്, സദാ തദ് ഭാവഭാവിത, ആ സമയത്ത് ഏത് ഭാവത്തിലാണ്. നമ്മുടെ നല്ല അസലായിട്ടുള്ള മലയാള കവിതകളുണ്ടല്ലോ, ഏത് പശുവിനെയാണോ പൂച്ചയാണോ പോത്തിനെയാണോ എന്തിനെയാണോ ആലോചിക്കുന്നത്, ആ ആലോചിക്കുന്നതായിട്ട് മാറുന്നതാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണോ മരണകാലത്ത് ആലോചിക്കുന്നത്, ആ ആലോചിക്കുന്നതായിട്ടാണ് നമ്മൾ മാറുക എന്നുള്ളതാണ് അടുത്ത ജന്മത്തിൽ. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ പൂച്ചയെ കുറിച്ച് ആലോചിച്ചാൽ മരണസമയത്ത് പൂച്ചയാണ്. ഭരതമുനി അവസാന കാലത്ത് മുനി അല്ലെ, മാനിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ജന്മത്തിന്റെ അതുകൂടി ഒന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മരണകാലത്തേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ചോദിക്കുന്നത്, എന്താണ് ആവുക എന്നല്ലേ ചോദിക്കുന്നത്. അടുത്ത ജന്മത്തിൽ ഞാൻ എന്താവുമെന്ന് തീരുമാനിക്കുന്നത് മരണസമയത്ത്. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞ ശ്ലോകം എന്താണ്? മരണസമയത്ത്
എന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം മരണസമയത്ത്? അപ്പൊ നേരത്തെ പറഞ്ഞ അന്ധകാലേജ മാമേവ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അടുത്ത ശ്ലോകം. അവസാന കാലം ആരെക്കുറിച്ച് വിചാരിക്കണം? ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ ഭഗവാനെ കുറിച്ച് വിചാരിക്കണം, അത്രേ ഉള്ളൂ. നീ പൂച്ചേനെ കുറിച്ച് വിചാരിച്ചാൽ അടുത്ത ജന്മത്തിൽ പൂച്ചയാവും. അപ്പൊ മരണസമയത്ത് എന്താ വിചാരിക്കേണ്ടത്? ഭഗവാനെ കുറിച്ച് വിചാരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ മരണം കഴിഞ്ഞാലും മരണസമയത്തും ഒക്കെ നാമങ്ങൾ ചൊല്ലുന്നത്. ഇപ്പൊ ഭഗവത്ഗീതയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അല്ലെങ്കിൽ നാമങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നാരായണ നാരായണ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് ചൊല്ലുക, അതാ വേണ്ടത്. നമ്മൾ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും രോഗിയെ കാണാൻ പോകുമ്പോഴും ആ സമയത്തും ചൊല്ലുക. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒരു ശരണാഗതി പ്രാപിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് വയസ്സായിട്ടുള്ളവരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളത് ഇത് ഒരു ശീലമാക്കി മാറ്റുക. ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ശരണാഗതിക്ക് ഒരു യോഗ്യതയെങ്കിലും നേടും. ചെറുപ്പത്തിലൊന്നും എന്ത് വികൃതി കാണിച്ചാലും ഒരു കുരങ്ങ് കളി കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ സമയത്തെങ്കിലും എത്തിയാൽ ഭഗവാൻ രക്ഷപ്പെടുത്തിക്കോളാന്ന് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് നേരത്തെ. എവിടെ തുടങ്ങണമെന്നൊന്നും ആലോചിക്കണ്ട, എവിടെ ഒടുങ്ങണമെന്ന് ആലോചിച്ചാൽ മതി. ഒടുങ്ങുന്നത് നന്നായി രക്ഷപ്പെട്ടു. തുടങ്ങിയത് കുഴപ്പമൊന്നുമില്ല. വികൃതി കുറെ ആയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ. എവിടെയെങ്കിലും ഒരു മാറ്റം വേണ്ടേ? ആ മാറ്റം ഉണ്ടാക്കാൻ നോക്കുക. സിനിമയുടെ ക്ലൈമാക്സ് അല്ലെ, സിനിമയുടെ ക്ലൈമാക്സിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന്റെ അവസാനം ഏതേതു ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ നമ്മൾ, ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്, എന്ത് രൂപത്തിലാണോ എന്താണോ കാണുന്നത്. നമ്മൾ തുടങ്ങുന്നത് എന്തായാലും കുഴപ്പമില്ലെന്ന്. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ എന്ത് ബോറായാലും അവസാനം ക്ലൈമാക്സ് നോക്കുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോഴല്ലേ ബെസ്റ്റ് സിനിമ എന്ന് പറയാം. എത്ര പേര് കരഞ്ഞു നോക്കിയിട്ടാണ് സിനിമയുടെ ഗുണം പറയുന്നത്. കാരണം ക്ലിൻസിങ് ആണ് സംഭവിക്കുക എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ക്ലിൻസിങ് നടക്കണം, അത്രേ വേണ്ടു. അടുത്തത് ഭഗവത്ഗീത അധ്യായം 8 7ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അക്ഷരബ്രഹ്മ യോഗത്തിലെ ഭഗവാൻ തുടരുകയാണ്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യജ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയം. എന്ത് രസകരമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ആലോചിച്ചു. കുറച്ചും കൂടി നമ്മളെ എന്തൊക്കെയാണോ പറഞ്ഞു തരേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തരണം. അസംശയഹാനം, ഒരു സംശയമില്ല നമുക്കത്. സർവേഷു കാലേഷു, ഏത് കാലങ്ങളിൽ എന്തൊക്കെയാണോ സ്മരിക്കേണ്ടത് അത് ഇപ്പൊ എന്താണെന്ന് ആലോചിക്കണം. എന്താണ് ഇപ്പൊ ആലോചിക്കേണ്ടത്? അത് യുദ്ധമായാലും കുഴപ്പമില്ല എന്നാണ്. ഈ ഭഗവാന്റെ ആഗ്രഹം ഇയാൾ എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യിപ്പിക്കുക എന്നാണല്ലോ. അപ്പൊ യുദ്ധം ചെയ്താലും മയ്യർപ്പിത മനോബുദ്ധിർ, എന്ത് ചെയ്യുന്ന പണിയിലും കൃത്യമായിട്ട് മനസ്സ് അർപ്പിച്ചിട്ട്, ആരിലർപ്പിച്ചിട്ട്? ചെയ്യുന്ന പണിയിൽ. ആ ചെയ്യുന്ന പണിയാണ് വിഷ്ണു, കർമ്മമാണല്ലോ വിഷ്ണു. അപ്പൊ ചെയ്യുന്ന പണിയിൽ എന്നിൽ അർപ്പിച്ചു എന്ന് ഭഗവാൻ പറയുമ്പോ ഒരിക്കലും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറയണത്. അവനവന്റെ പണി കൃത്യമായിട്ട് ചെയ്യണം എന്നാ പറയണത്. അല്ലാതെ വെറുതെ കണ്ണും പൂട്ടിയിരുന്നിട്ട് ഒരു പണിയും ചെയ്യാണ്ട് പിന്നെ കൃഷ്ണ 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 വിളിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കിട്ടില്ല എന്ന് കൃഷ്ണു അറിയാം. അതുകൊണ്ട് അവനവന്റെ പണിയിൽ പൂർണ്ണമായിട്ടും എന്നിൽ അർപ്പിച്ചു എന്ന് പറയുമ്പോ മൈ അർപ്പിത മനോബുദ്ധിർ, മനസ്സും ബുദ്ധിയും അവനവന്റെ പണിയിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ചാൽ മാം ഏവ യേഷ്യസി, അത് എന്നെ പ്രാപിക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നല്ല പണി ചെയ്താൽ മോക്ഷം കിട്ടും, അത്ര. നല്ല പണി ചെയ്യാണ്ട് വെറുതെ കണ്ണും പൂട്ടി ഇരുന്നിട്ട് രാമ 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 എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത്. അതിനൊരു സംശയമില്ല. അതുകൊണ്ട് ആക്ഷൻ, അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ അതിനെ കണ്ടാലേ സറണ്ടർ ഫുൾ ടു മീ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന്റെ രൂപമാണെന്നും അത് കർമ്മത്തിന്റെ ഭഗവാനാണെന്നും ലക്ഷ്മി കിട്ടണമെങ്കിൽ കർമ്മം വേണമെന്നും അറിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. ഭക്തിയിലല്ല, കർമ്മത്തിനാണ് പ്രാധാന്യം. ആ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ പാഷനും നമ്മുടെ ഡെഡിക്കേഷനും ഒക്കെ ആയിട്ട് മാറ്റണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് നിന്റെ കർമ്മം. ആ കർമ്മത്തിൽ പൂർണ്ണമായിട്ടും ചെയ്താൽ അതാണ് എന്നിൽ ലയം പ്രാപിക്കാനുള്ള മാർഗം. അപ്പൊ യുദ്ധത്തിനെ കുറിച്ചേ ആലോചിക്കുള്ളൂ. യുദ്ധത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ജയത്തെ കുറിച്ചേ ആലോചനയുള്ളൂ. അങ്ങനെ ജയിക്കാൻ ആലോചിക്കുന്നത് നീ എന്തിനാ വെറുതെ മധുസൂദന എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ കഷ്ടപ്പെടുത്തുന്നത്? അതാണ് ഒരു വ്യംഗ്യാർത്ഥം എന്ന് വേണം പറയാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണം. അടുത്തത് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗത്തിലെ 8ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. അഭ്യാസയോഗയുക്തേന ചേതസാനാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. ഇവിടെ പാർത്ഥ എന്നാണ്. അപ്പൊ ഒരു സ്നേഹം കൂടുകയാണ്. കൗന്ദയ വിട്ടു ഇപ്പൊ പാർത്ഥനായി. അപ്പൊ പാർത്ഥ, അല്ലയോ എന്റെ സുഹൃത്തെ,
അഭ്യാസ യോഗയുക്തേന. കാരണം ഇതിവിടെ ഒരു ടീച്ചർ കുട്ടിയോട് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഫ്രണ്ടിനോട് നീ പണിയെടുക്കണം, പരിശീലിക്കണം എന്നെല്ലാം പറയുമ്പോൾ കൗന്ദേയാന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പരിശീലനങ്ങൾ എങ്ങനെ വേണം? ഏകാഗ്രതയോടുകൂടി ചെയ്യണം എന്നാണ്. അത് യുക്തമായിട്ട് ചെയ്യണം. അഭ്യാസ യോഗ യുക്തേന, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ചേതസ ന അന്യഗാമിന. എങ്ങനെയാവും നമുക്ക്? ചേതസ ന അന്യ, വേറെ കാര്യങ്ങളൊന്നും മനസ്സ് പോവാതെ, അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ എന്ന് നമ്മൾ പഠിക്കുന്നത്. അസംശയം മഹാബാഹു 6-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം. അതിലൊക്കെ പറയുന്ന അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്താൽ പരമം പുരുഷം ദിവ്യം, അതിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടാനുള്ള പ്രകാശസ്വരൂപനായിട്ടുള്ള അവസ്ഥയിൽ പരമപുരുഷനായിട്ട് പ്രാപിക്കുന്ന ഭഗവാനിലേക്ക് ലയം പ്രാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് എങ്ങനെയാവും? അനുചിന്തയൻ എന്ന്. അങ്ങനെ നിരന്തരമായിട്ട് ധ്യാനിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴേ മാത്രമേ പറ്റുള്ളൂ. ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞല്ലോ 6-ാം അധ്യായത്തില് അസംശയം മഹാബാഹു എന്ന് പറയുന്ന ആ ശ്ലോകമായിട്ട് എടുത്തു വായിക്കുമ്പോൾ അഭ്യാസം കൊണ്ടും അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ എന്ന് പറയുന്ന ആ ശ്ലോകത്തിലേക്ക് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വരും. അങ്ങനെ ഏകാഗ്രത, അതാണ് ഏകാഗ്രത. ആ ഏകാഗ്രതയോടുകൂടി നമ്മൾ പണി ചെയ്താൽ, അങ്ങനെ പാഷനോടുകൂടി നമ്മൾ പണി ചെയ്താൽ, പാഷനുള്ള ഒരാൾക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നല്ല വായനക്ക് ശീലമുള്ള ഒരാൾ വായിക്കുന്ന സമയത്ത് എന്ത് അടുത്ത സംഭവങ്ങൾ നടന്നാലും ഒരു ഏശലും ഉണ്ടാവില്ല. അങ്ങനെ ഏകാഗ്രതയോടുകൂടി അന്യ വിഷയങ്ങളിൽ ഒന്നും ശ്രദ്ധയില്ല. അത് അനന്യശ്ചിന്തയന്തോമാം ഏജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിത്യ അഭിയുക്തം ആയിട്ടുള്ള പിന്നെ എല്ലാ കാര്യങ്ങളും നേടാനുള്ള കഴിവ് കൊടുക്കുള്ളൂ ഭഗവാൻ. ഇൻഷുറൻസ് കമ്പനിയുടെ ലോഗോയിൽ അതാ എഴുതിയിരിക്കുന്നത്. അനന്യശ്ചിന്തയന്തോമാം യേജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമ്യഹം എന്നാണ്. അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. അത് കണ്ടീഷണലാണ്. എല്ലാവരുടെ കാര്യമൊന്നും ഏറ്റെടുക്കില്ല. ആരാണോ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ. അപ്പൊ അതിലേക്കൊക്കെ എത്തുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണിത്. 6-ാം അധ്യായത്തിലും പറഞ്ഞു, ഇപ്പൊ 8-ാം അധ്യായത്തിലും പറഞ്ഞു, ഇനി 9-ലും പറയും. എല്ലാ മക്കൾക്കും ഉള്ളൊരു പിന്നെ മെസ്സേജാണിത്. നന്നായി കുത്തിയിരുന്ന് ശ്രദ്ധിച്ച് പഠിച്ചോ മോനെ, നീ പാസ്സാവും. അല്ലാതെ വേറെ ഒരു പണി ചെയ്തിട്ടും കാര്യമില്ല. വേറെ ഒരു ചിന്തയും പാടില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം ഭഗവാൻ. അങ്ങനെയായാൽ വളരെ പ്രകാശപൂർണമായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നല്ല കർമ്മിയായിട്ട് മാറാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഹയർ പൊസിഷനിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. ശ്രദ്ധയുണ്ടായാലേ നടക്കുള്ളൂ. അങ്ങനെ അറിയാതെ നമ്മളെ തള്ളി ആരെങ്കിലുമൊക്കെ അവിടെ എത്തിച്ചോളും. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്താൽ മതി. അത്രേ വേണ്ടു. ഇത് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആയിട്ടുള്ള അങ്ങ് പറയുമ്പോൾ നന്നായി പഠിക്കുമ്പോൾ നമുക്ക് പരീക്ഷ സമയത്ത് ഓർമ്മ വരുന്നത് പോലെയാണ് അല്ലെ? നന്നായിട്ട് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനെ ഓർമ്മ വരിക എന്നുള്ള ഒരു ഉദാഹരണമാണ് അങ്ങ് പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണം. അടുത്തത് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗത്തിലെ 9-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരീധ്യ സർവസ്യദാധാരമചിന്യരൂപം ആദിത്യവർണം തമസപരസ്താദ്. ഇത് കുറെ നമ്മൾ കേട്ടിട്ടുള്ള കുറെ ശ്ലോകങ്ങളുടെ വാക്കുകളൊക്കെ അല്ലേ അതിനിടയ്ക്ക് വരുന്നില്ലേ? മഹതോ മഹിയാൻ, അത് വന്നില്ലേ ഇപ്പൊ ലക്ഷ്മിയുടെ വായിക്കുന്ന സമയത്ത്? അല്ലേ? അത് കേട്ട് കേട്ട് ശീലിച്ചിട്ടുള്ളതാകുമ്പോഴേ നമ്മൾ അതിൽ അറിയാണ്ട് അവിടെയാണോ നമ്മൾ പോകുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നും. ഇത് വളരെ ഒരു കവിക്ക് പുരാണം എങ്ങനെയാണോ അനുശാസിക്കുന്ന തരത്തില് അണോരണീയാം, അത് മഹതോ മഹിയാന്നേ വരുന്നുള്ളൂ. അതാണ് അടുത്ത് വരുന്നതാണ്. അപ്പൊ ഏത് തരത്തിലാണോ ഭക്തിയായുക്ത എന്നാണ്, ഭക്തിയോടുകൂടി യപ്രയാണകാലേ, ഏതൊരുവനാണോ പ്രയാണകാലത്ത് ആ സമയത്ത് യോഗബലേന അചലേന മനസാ, യോഗബലത്താൽ അചലേന ഇളക്കമില്ലാത്ത മനസ്സോടുകൂടി പ്രാണം ഭ്രുവോ മധ്യേ, പ്രാണൻ എവിടെ കൊണ്ടുവരണം? ഭ്രുവിന്റെ മധ്യത്തിൽ. ഭ്രു എന്ന് പറഞ്ഞാൽ പുരികാണ്, പുരികത്തിന്റെ മധ്യത്തിൽ. ഇതാണ് നമ്മുടെയൊക്കെ
ആജ്ഞാശക്തി എന്ന് പറയുന്നത്. ആജ്ഞാശക്തിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മൾ ഈ പിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. അവിടെയാണ് ശ്രദ്ധിക്കുക. ഒരാളെ വശീകരിക്കണമെങ്കിൽ അയാളുടെ പുരികത്തിന്റെ സെന്ററിലുള്ള ആജ്ഞാചക്രത്തിൽ നോക്കണം എന്ന് പറയാം. സമ്യത് അവേശ്യ എന്നാണ്. വേണ്ടവണ്ണം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് സമ്യക് നന്നായിട്ടൊന്ന് നോക്കിയാൽ കവിം പുരാണം, സർവജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, കവി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. എല്ലാ അറിവുകളും ഉണ്ട്, അത് നന്നായിട്ട് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ക്രിയേറ്റിവിറ്റി ഒക്കെ വരുമ്പോഴാണ് ആ അവസ്ഥയിലേക്ക് വരിക. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ളതാണ്. ആ സമയത്താണ് രണ്ടും കൂടെ വായിക്കുമ്പോഴാണ് ഇതിന്റെ സുഖം. പ്രയാണകാലേ മനസ്സേ ചലേന, അചലേന എന്നാണ്, ഒരു മാറ്റവും ഇല്ലാണ്ട്. അങ്ങനെ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ. അത് എന്ത് ബലാണ് നമ്മുടെ ബലം? ആ എനർജി എന്ന് പറയുന്നത് യോഗബലമാണ്. അപ്പൊ ഏകാഗ്രത ഉണ്ടാവും, മനസ്സിന് നല്ല ഭക്തിപൂർവമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. പിന്നെ മരണം വന്നാ എന്ത്, ജനിച്ചാ എന്ത്, ചത്താ എന്ത്, ജീവിച്ചാ അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് നമുക്കിവിടെ ഉണ്ട്. ആജ്ഞാശക്തി, അതാണ് ആജ്ഞാശക്തി എന്ന് പറയുന്നത്. ഒരു ബലവാനായിട്ട് നിൽക്കാൻ, ഒരു അചഞ്ചലനായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഏത് കാര്യവും നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങളും നമുക്കൊരു പ്രശ്നമല്ലാതെ എന്തിനേയും നോക്കാനും കാണാനും. ഷോൾഡർ അപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഒരു മെജസ്റ്റിക് ലുക്കൊക്കെ ഉണ്ടാവുന്നത് അപ്പോഴാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ളൊരു ഒരു ബിയോണ്ട് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബോഡിക്ക് ഉള്ളിൽ നമുക്ക് നിൽക്കുന്ന നമ്മുടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ വരുമ്പോ മരണം പോലും നമുക്ക് നേരിട്ട് അങ്ങോട്ട് പിന്നെ വന്നോട്ടെ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണ് മരണം. ഞാൻ റെഡിയാടൂ, താമ്പ എന്നെ കൊണ്ടുപോകും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നൊരു ആലോചിച്ച് നോക്കിയിട്ട് എന്ത് നല്ല ശക്തി വേണം അതിന്. അപ്പൊ ദേഹം ഉപേക്ഷിച്ച് പോവാൻ നമുക്ക് ഒരു റെഡിനെസ് ഉണ്ടാവും. ആ റെഡിനെസ്സിനെയാണ് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രയാണകാലത്ത്, മരണസമയത്ത് ഒരു വല്ലാത്തൊരു ഭയം, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രശ്നവും വേണ്ട. ആ സമയത്തും എനിക്ക് അഹന്ത തന്നെയാണ്. എനിക്ക് നിന്നൊന്നും ഭയമില്ല എന്നുള്ളൊരു എന്ത് രസകരമായിട്ടൊരു മരണത്തെ അങ്ങനെ തന്നെ വെൽക്കം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതല്ല ഏറ്റവും നല്ല മരണം ആണ്. അടുത്ത 10ാമത്തെ ശ്ലോകം കൂടെ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗത്തിലെ 10ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സംയഗ് സതം പരം പൂരുഷമുപൈതി ദിവ്യം. ഈ തമസ്സിന് അതീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എങ്ങനെയാണോ പുരുഷൻ കൃത്യമായിട്ടുള്ള, നേരത്തെ പറഞ്ഞല്ലോ ഭ്രുവോ മധ്യേ എന്ന് പറയുന്നത്, അവിടെ കൊണ്ടു നിന്നിട്ട് നമ്മൾ ആ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു അചഞ്ചലമായിട്ടുള്ള അവസ്ഥയിലേക്ക്, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തേജസ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ ആ അന്ധകാരത്തിൽ നിൽക്കുന്ന, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പരമാത്മാവിന്റെ അറിവുണ്ടാവുമ്പോൾ കിട്ടുന്ന, ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശമാണ് നമ്മുടെ എവിടെ ഉണ്ടാവുക? നമ്മുടെ ഓരോ വാക്കിലും കാണും. കാരണം വാക്ക് വരുന്നത് എവിടെ നിന്നാണ്? വാക്മനച്ചക്ഷു ശ്രോത്രഘ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പത്തിലൂടെയാണ് വരുന്നതെന്ന് പറയാം. അത് ശുദ്ധമാവണം എന്നാണ്. അതിപ്പോ എങ്ങനെ ശുദ്ധാവുക? അതാണ് നമ്മുടെ ആജ്ഞ എന്ന് പറയുന്നത്. ആ ആജ്ഞയിലേക്ക് നമുക്ക്, ആജ്ഞാശക്തിക്ക് നല്ലൊരു ബലം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം അനുഭവിക്കണമെങ്കിൽ എനിക്ക് ഒരു കൂശലും ഇല്ലാണ്ട് നിശ്ചലമായ മനസ്സോടുകൂടി നമുക്ക് നിൽക്കാൻ സാധിക്കണമെന്നാണ്. അചഞ്ചലമായ നിശ്ചലമായിട്ടുള്ള എന്ത് കാര്യത്തിനെയും കൃത്യമായിട്ട് നേരിടാൻ കഴിവുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. അതെപ്പോഴാണ് ഉണ്ടാവേണ്ടത്? ജീവിക്കുമ്പോഴല്ല, പലർക്കും അതുണ്ട്. പക്ഷെ മരണം അടുത്ത് വരുമ്പോ, വ്യസനം വരുമ്പോഴൊക്കെ ഇതൊക്കെ ഇല്ലാണ്ടാവും. അപ്പൊ പ്രയാണകാലത്ത്, മരണസമയത്ത് ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ വളരെ രസകരമായിട്ടുള്ളൊരു മരണം. ദേഹം ഉപേക്ഷിച്ച് പോവാണ്, ഇവിടത്തേക്കാ പോണത്, ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ല ക്ഷീണം കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സ് മാറ്റുമ്പോൾ നമുക്കൊരു സുഖം തോന്നുന്ന പോലെ ആവണം. മരണകാലത്ത് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് എവിടത്തേക്കാ പോണത്? നല്ല ഫ്രഷ് ആവാനാ പോണമെന്നാണ്.
ഡ്രസ്സൊക്കെ അഴിച്ച് ക്ഷീണിച്ച് നമ്മൾ പോകുമ്പോൾ നല്ല ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ മുങ്ങി കുളിക്കാൻ വേണ്ടി പോകുന്ന പോലെ ആവണം മരണം എന്ന് പറയുന്നത്. ജീവിച്ചു തീർന്നു, ആകെ ക്ഷീണായി, ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് അങ്ങോട്ട് മുങ്ങുക. അതുപോലെ ആവണം മരണത്തെ നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നാണ്. അപ്പൊ അത് നല്ല രസകരമായ, സുഖകരമായ, പ്രകാശപൂർണമായിട്ടുള്ള ഭഗവാന്റെ പരമാത്മ മുങ്ങിപ്പോവാൻ നമുക്ക് സാധിക്കണം. അത് ആണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. അത് ആദിത്യവർണ്ണമായിട്ടാണ്, സൂര്യനെ പോലെ തേജസ്സുള്ളൊരു ഇതിലാണ്. ഞാൻ പറഞ്ഞ ആ തേജസ്സിലേക്ക്, ആ ലൈറ്റിലേക്ക് നമുക്ക് ലയം പ്രാപിക്കുകയാണ്. നമ്മളൊക്കെ സ്ഫുലിംഗങ്ങളാണ്. ഭഗവാന്റെ പ്രകാശത്തിന്റെ സ്ഫുലിംഗങ്ങളായിട്ട് മാറുന്ന നമ്മൾ ഭഗവാനിലേക്ക് ലയം പ്രാപിച്ച് അങ്ങനെ പോവാൻ സാധിക്കുമ്പോഴാണ് ഈ അണുവിൽ നിന്നും, അണുവിനെ സൃഷ്ടിക്കുന്നതിൽ നിന്നും, അണുവായിട്ടുള്ള ആളും ഇനി എല്ലാ അണുക്കളും ചേർന്നിട്ട് വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കുന്നതിലും ഒക്കെ ഒരേ എഫക്റ്റ് ആണ്. അവർക്കൊക്കെ ഒരേ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. എവിടെ? സെർട്ടൻലി ഐ വിൽ ഗോ ടു ഹിം എന്നാണ്. അത് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിലേക്ക് ലയം പ്രാപിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, എത്ര സബ്റ്റിലായിട്ടുള്ളതും എത്ര ചെറുതായിട്ടുള്ളതും എത്ര വലുതായിട്ടുള്ളതും, ഒരു പ്രോസസ്സർ ആയാലും കുഴപ്പമില്ല, പ്രോസസ്സിങ് എലമെന്റ് ആയാലും കുഴപ്പമില്ല, അതിൽ ഏത് ഭാഗവത്തായാലും നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരു സ്റ്റഡി മൈൻഡ്, ആ സ്റ്റഡി മൈൻഡോട് കൂടി നമുക്ക്, അതാണ് യോഗ എന്ന് പറയുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടത്തേക്ക് എത്താൻ പറ്റും. അത് ചിലപ്പോൾ നമ്മൾ സാധാരണ പറയാം, എൻ്റെ ബ്രത്തിനെ ഈ രണ്ട് പുരികങ്ങളുടെ ഇടയിലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ എനിക്ക് പറ്റുന്നൊക്കെയാണ്. അങ്ങനെ ബ്രത്തിനെ കൺട്രോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ ബ്രത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ബ്രത്ത് കൺട്രോൾ ചെയ്യും, മനസ്സ് കൺട്രോൾ ആവില്ല. ഈ രമണ മഹർഷിയൊക്കെ പറഞ്ഞതുപോലെയാണ്. രമണ മഹർഷി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സ് കൃത്യമായിട്ട് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രത്തിനെ കൺട്രോൾ ചെയ്താൽ മതി. പക്ഷെ അത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റില്ല. കാരണം അത് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പക്ഷി കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പോലെ പോകുന്നു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ അവസ്ഥയിലേക്കാണ് പോവുക. അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ പാഷൻ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, സുപ്രീം ഡിവൈൻ ഒരു ആക്ടിവിറ്റി എന്നൊക്കെ പറയില്ല, എൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ഞാനല്ല ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു ഈഗോയും ഇല്ലാണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ അവിടത്തേക്ക് എത്തുന്നതാണ് നമ്മുടെ പരമമായ പുരുഷനായിട്ട് മാറാനുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുപ്രീം പേഴ്സണാലിറ്റി എന്നാണ്. എന്നുവെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതാണ് എന്നാണ്. അതാണ് വേണ്ടത്, അതാണ് കിട്ടേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരുന്ന് കേൾക്കുന്ന അതേ ഫീലും, അത് മാത്രമല്ല നമുക്കൊരു മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിങ്ങും അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അങ്ങ് ശരിക്കും ഈ 8ാം അധ്യായം വിവരിച്ചു നൽകിയത്. അല്ല, എന്തോ ലക്ഷ്മി പണ്ട് ഭഗവാന്റെ അടുത്തിരുന്ന് കേട്ട പോലെയാണല്ലോ പറയുന്നത്. ഭഗവാന്റെ അടുത്തിരുന്ന് കേട്ട ഫീലിംഗ്. സത്യത്തില് ഭഗവാൻ അടുത്ത് നിന്ന് പറയുന്ന ഒരു ഫീലാണ്. ഭഗവാൻ അടുത്ത് നിൽക്കുന്നു തന്നെയാണ് എനിക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെ തോന്നുന്നത്. അത്രയും അല്ല ലക്ഷ്മി, ഇതൊന്നും അറിഞ്ഞു പറയുന്നതല്ല കേട്ടോ, അറിയാണ്ട് പറഞ്ഞു പോകുന്നത്. ഞാൻ അറിഞ്ഞു പറയുന്നതല്ല, സത്യം പറഞ്ഞ അറിഞ്ഞു പറയുന്നതല്ല. ഈ ഒരു ചോദ്യവും ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുകയോ ഡിസ്കസ് ചെയ്യാനോ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. അല്ല, മരണമൊക്കെ ആ ഒരു ഫ്രഷ്, നമുക്കൊരു എത്ര രസകരമായിട്ടാണ് അങ്ങ് ഒരു ഞാൻ ഒരു 3-4 പ്രാവശ്യം മരിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മരണം അറിയാം. 4 പ്രാവശ്യം മരിച്ചതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മരണം അറിയുന്ന ഒരാളാണ്. മരണഭയം ഇല്ലാത്തവനാണ്. ആർ രാമേന്ദ്രൻ നായരുടെ കവിതയുണ്ട്, മരണഭയമില്ലാത്തതിനാൽ ജീവിത സ്നേഹമില്ലാത്തോ നീ പൂർണ്ണകാമൻ എന്ന് പറഞ്ഞിട്ട്. ഭഗവാന് മരണം പോലും ഇല്ല എന്നാണ്. കാരണം മരണം ഭയമില്ലല്ലോ. മരണഭയം ഉണ്ടാകുമ്പോഴല്ലേ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ഭഗവാനെ കുറിച്ച് അങ്ങനെയുള്ള കവിതയുണ്ട്. ഈ ശ്ലോകം നമ്മള് വായിക്കുമ്പോ, അല്ല ഈ ഒരു അധ്യായം നമ്മൾ വായിക്കുമ്പോ, നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നന്നായിട്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ, അതാണ് മനസ്സിലാകുന്നത്. വളരെ മനോഹരമായിട്ട് TPC അത് വിവരിച്ചത് എത്ര മനോഹരാണെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയധികം മനോഹരമായിട്ട് വിവരിച്ച് ഒരുപാട് നന്ദി. പാദ നമസ്കാരങ്ങളോടുകൂടി നന്ദി.